ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്യാവശ്യം നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധിയിലൊക്കെ പാലിക്കുന്നുണ്ട്, ഈശോയുടെ കൽപ്പനകളൊക്കെ അനുസരിച്ച് നല്ല മിടുക്കരായിട്ടൊക്കെ നമ്മൾ ജീവിക്കുന്നത്. എന്നാലും ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ ചോദിച്ചിട്ടില്ലേ, കർത്താവേ, ഈ ഞാൻ നല്ലതായിട്ടൊക്കെ ജീവിച്ചില്ലേ, എന്നിട്ടും എന്താ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചില സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. നമ്മൾ ഈശോയുടെ കൂടെ നിന്നിട്ടും ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടായിട്ടും ചിലപ്പോൾ നമ്മളെ പിടിച്ചു കുലുക്കുന്ന ചില സംഭവങ്ങളൊക്കെ വരും. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ ജോബിനെ കുറിച്ച് വായിക്കുന്നില്ലേ? ജോബ് നല്ല നീതിമാനായിരുന്നു, കർത്താവിൻ്റെ മുമ്പിൽ മിടുക്കനായിരുന്നു, നാട്ടുകാരുടെ മുമ്പിലും അടിപൊളിയായിരുന്നു. പക്ഷേ വന്നപ്പോൾ എല്ലാം കൂടെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ട്രെയിനിൻ്റെ ബോഗി വരുന്ന പോലെ ഇങ്ങനെ ഒരു ചെയിൻ പിടിച്ചിങ്ങനെ വന്നു. നമ്മൾ വിചാരിക്കും, കർത്താവെ ഇത്ര നീതിമാൻ, ഇത്ര വിശുദ്ധൻ, എന്നിട്ടോ കർത്താവ് കൈവിട്ടോ എന്നൊക്കെ ചോദിച്ചു പോകുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോഴത്തേനും, തുടക്കം വായിക്കുമ്പോഴത്തേനും, പിന്നീട് നമ്മൾ അതിൻ്റെ ക്ലൈമാക്സിൽ കാണുന്നുണ്ട്, അവൻ നേരത്തെ ഉണ്ടതിനെക്കാട്ടും കൂടുതൽ ഇരട്ടി അനുഗ്രഹത്തിലേക്കൊക്കെ വന്നു എന്ന്. നമുക്ക് ചിലപ്പോഴേ ബൈബിളിൽ ജോബിനെ പോലെ മാത്രമല്ല, നമുക്കും ജോബ് ഉള്ളവരും ജോബ് ഇല്ലാത്തവരും ഒക്കെ ഒരുപോലെ സങ്കടപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഈശോയെ വിശ്വസിക്കുന്നുണ്ട്, വചനമൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ടും ചില സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ, പെടാപ്പാട് പ്രശ്നങ്ങൾ വരികയാണ്. ഈശോ കൂടെ ഉണ്ടായിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഞാനിതിപ്പോൾ പറയുമ്പോൾ ബൈബിളിലെ ഒരു പ്രത്യേക സംഭവം മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. ഈശോ ഇങ്ങനെ കടലിൽ കൂടെ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ട്, ശിഷ്യന്മാരൊക്കെ ഉണ്ട്. കടലങ്ങ് ഇളകുന്നു, വെള്ളം വെള്ളം ഒക്കെ നിറയുന്നു. ഏത് വെള്ളത്തിലാണ് വെള്ളം നിറയുന്നത് അറിയാലോ? ഈശോ കിടന്നുറങ്ങിയ ആ വള്ളത്തിലാണ്. എന്ന് വെച്ചാൽ ഈശോ കൂടെ ഉണ്ടായിട്ടും ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ചില വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വചനഭാഗം ഒന്ന് എടുത്താൽ ഒരു കുഞ്ഞു കാര്യം നമുക്കൊന്ന് രാത്രി ഡിസ്കസ് ചെയ്തിട്ട് ചിന്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാന്നായിരിക്കുക. മർക്കോസിന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളാണ്. വചനഭാഗം ഒന്ന് എടുക്കണേ. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോവാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈശോ തന്നെ ഇവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. എല്ലാം അറിയാവുന്ന കർത്താവിന് ഇന്ന് ഈ സമയത്ത് ഈ തടാകത്തിലോ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഈശോ അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോകുവാണോ? നമുക്ക് അക്കരയ്ക്ക് പോകാം. കൂട്ടുകാരല്ല, ശിഷ്യന്മാരല്ല പറയുന്നത്, ഈശോ തന്നെ പറയാം നമുക്ക് പോകാമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഈശോ തന്നെയാണ് നമ്മളോട് പറയണേ, ഇതേ അങ്ങോട്ട് ജോലിക്ക് പോക്കോ, ഇല്ല അങ്ങോട്ട് പോക്കോ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് നമ്മളോട് പറയാറുണ്ടല്ലോ, ഇത് സൂപ്പറാ വിട്ടോ എന്നൊക്കെ പറയാറുണ്ട്. കർത്താവ് തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കും. എന്നിട്ടോ വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കണ്ടായിരുന്നോ? വേറെ വള്ളങ്ങളുണ്ട്, അതൊന്ന് മനസ്സിൽ നിന്ന് ഓർത്തിരുന്നേക്കണേ. ഈശോ ഇരുന്ന അതേ വള്ളത്തിൽ അവർ മുന്നോട്ട് യാത്ര തിരിച്ചു, കൂടെ വേറെ വള്ളങ്ങളും ഉണ്ടായിരുന്നു. 37-ാം വാക്യം, അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. ഏത് വഞ്ചിയിലാ? ഈശോ ഇരുന്ന വഞ്ചിയിൽ. ഈശോ പൊക്കോളാൻ പറഞ്ഞു, കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈശോയും ആ വഞ്ചിയിലുണ്ട്. നമ്മുടെ ലൈഫാട്ടോ. ഈശോ പറഞ്ഞു പൊക്കോളാൻ. ആ ജീവിതത്തിന്റെ വഞ്ചിയിൽ ആരുണ്ട്? ഈശോയും ഉണ്ട്. ആ വഞ്ചിയിലേക്ക് എന്തടിക്കുന്നു? തിരമാല അടിക്കുന്നു, വെള്ളം കയറുന്നു. 38-ാമത്തെ വാക്യം, ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. എന്ന് വെച്ചാൽ ചിലപ്പം ശിഷ്യന്മാരൊക്കെ ചിന്തിച്ച പോലെ, കർത്താവേ മൈൻഡ് ചെയ്യുന്നില്ലേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നൊന്നും കാണുന്നില്ലേ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ടില്ലേ? ചില സമയത്ത് പരീക്ഷ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഒരു കോൺഫിഡൻസ് ആയിരിക്കും. പരീക്ഷ ഹാളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഫുള്ള് ബ്ലാക്ക് ഔട്ട്. കർത്താവിൻ്റെ പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഒരു പിടുത്തം കിട്ടാതെ നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന സമയങ്ങൾ വരും. നമ്മൾ നല്ല പ്രതീക്ഷയോടെ ആരംഭിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് അങ്ങ് കടലിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇത് വിചാരിച്ച പോലെ അല്ല. ഭയങ്കര ബീച്ചിൽ നിന്ന് കാണുന്ന പോലെ അല്ല കടല്. സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈഫേ എളുപ്പമല്ല. എന്നിട്ട് ഈശോ എന്ത് ചെയ്യേ? ഈശോയെ വിളിച്ചിട്ടാണ് മൈൻഡും പോലും ചെയ്തില്ല. ഒരു വിഷമത്തിന്റെ സാഹചര്യമൊക്കെയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. കർത്താവെ, ഞാനൊരു അച്ഛനല്ലേ, പ്ലീസ് മൈൻഡ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പെടാപ്പാട് വിളിച്ച് വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. ഇവരിതേ പിടിച്ച് കരയാണ്. ഈശോയെ അവരെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇത് ഗൗനിക്കുന്നില്ലേ? കർത്താവെ, എൻ്റെ പരീക്ഷ ഞാൻ പൊട്ടി, കാണുന്നില്ലേ? എൻ്റെ റിലേഷൻഷിപ്പ് ഇതാണ്ട താറുമാറായിട്ട് കിടക്കാണ്, ഇത് മൈൻഡ് ചെയ്യണില്ലേ? കുടുംബമാണ്ട ഇങ്ങനെ പൊട്ടി തകരാൻ വേണ്ടി നിൽക്കുകയാണ്, എപ്പോൾ ഇടപെടും? എനിക്ക് ജോലിയില്ല കർത്താവെ, നീ എന്നെ ഇത് കാണാത്ത, നീ ഇത് ഗൗനിക്കുന്നില്ലേ? നമ്മളെപ്പോലെ തന്നെ ശിഷ്യന്മാർ ചോദിച്ചു. നമ്മളെക്കാട്ടും മിടുക്കന്മാരായിട്ട് ചോദിച്ചെന്ത് ചെയ്തു? ഈശോ എന്തായാലും പെട്ടെന്ന് ഉണർന്നു. 39-ാമത്തെ വാക്യം, അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. ബാക്കി വചനഭാഗം പിന്നീട് വായിച്ചാൽ മതി. ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ചൊക്കെ അവർ നിന്ന് ചോദിക്കുകയാണ്. ഈശോ എഴുന്നേറ്റു, ശാന്തമാകാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യണേ. അത്രയും നേരം ഇളകി മറിഞ്ഞ കടൽ ശരിക്കും ഈ പുറത്തെ ഒരു കടലല്ല, ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കടലാണ്. ഈശോ ശാന്തമാക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഈ ഇളകുന്ന തിരമാലയാണ്. എന്തായാലും ലൈഫ് വെല്ലുവിളി നിറഞ്ഞാണ് അല്ലേ? നിങ്ങൾ ഈസിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങരുത്. ഈ ബീച്ചിൽ നിൽക്കുമ്പോൾ കാണുമ്പോൾ ഈ കടൽ ബ്യൂട്ടിഫുൾ ആണ്, ശാന്തമായിട്ട് ഇങ്ങനെ
നല്ല രസമൊക്കെയാണ്. പക്ഷേ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉറപ്പാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ട്രഗിൾ ഇല്ലാത്ത ഒരു ലൈഫും ഇല്ല, എളുപ്പമുള്ള ഒരു കടലും ഇല്ല. ആഴമുണ്ട്, അതിനകത്ത് കുറേ നിഗൂഢതയുണ്ട്, ആക്രമണങ്ങൾ വരാം, തിരമാല അടിക്കാം, വള്ളത്തിലേക്ക് വെള്ളം ഇരച്ച് കയറാം, ഉറപ്പാണ്. ആദ്യം നമുക്ക് യാത്ര മുന്നോട്ട് നീങ്ങണേ ഉണ്ടല്ലോ, ഈ കടലിൻ്റെ നടുക്ക് ചെന്നിട്ട് ഈ തിരിച്ചു പോരാനും പറ്റത്തില്ല, ലക്ഷ്യം തെറ്റിപ്പോകാനും പറ്റില്ല. യു ഹാവ് ടു ഗോ ഫോർവേഡ്, മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. മുമ്പോട്ട് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? ഈ കാറ്റ് നിൽക്കണം എന്ന് നിങ്ങൾ വിചാരിക്കും. കാറ്റ് നിൽക്കത്തില്ല, തിരമാല കടന്നിളകും, വഞ്ചി കടന്നിളകും. ആവശ്യമുള്ളൊരു കാര്യമുണ്ട്, ട്രാങ്ക്വിലിറ്റി, ശാന്തത, പ്രശാന്തത. ഈശോ പറയാണ്, അടങ്ങുക, ശാന്തമാകുക. ഇന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപക്ഷെ ഇങ്ങനെ ഒരു നൂറുകണക്കിന് ചോദ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണ്. കർത്താവ് ഇതെന്താ കാണാത്തതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നാളെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഈ കടൽ കിടന്ന് ഇളകുകയാണെങ്കിൽ, തിരമാല ഇങ്ങനെ വന്ന് നിങ്ങളെ മുക്കി തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, ഈശോ പറയുന്ന ഈ വാക്ക്, ശാന്തമാവുക, ബി സ്റ്റിൽ, ശാന്തമാകും. ഇന്ന് ഈ രാത്രി നീ കിടന്ന് ടെൻഷൻ അടിച്ചു എന്ന് വിചാരിച്ച് കുറച്ചുകൂടെ നേരത്തെ നേരം വിളിക്കാനൊന്നും പോകുന്നില്ല. നാളെ നിൻ്റെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളി, നാളെ ചിലപ്പോൾ അതിൻ്റെ മുഴുവൻ മൂർത്തിഭാവവും കൂടെ കാണിച്ചെന്നൊക്കെ വരാം. നിനക്ക് വേണ്ടതൊറ്റ കാര്യമാണ് കുഞ്ഞെ, പ്രശാന്തത, ശാന്തമാവുക. ടെൻഷൻ ഒഴിവാക്കാൻ ഒറ്റ വഴി, നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ എവിടെയെങ്കിലും വായിച്ച പുസ്തകങ്ങളോ പറഞ്ഞിരുന്ന കാര്യമല്ല, ഈശോ പറയുന്ന ഈ വാക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്ക്, ശാന്തമാവുക. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോഴേ നിങ്ങൾ ഇന്ന് ഈ ബൈബിള് വായിച്ചില്ലേ, ഈ ബൈബിളൊന്ന് അടുത്ത്, കട്ടിലിനടുത്ത് തന്നെ ഒന്ന് വെച്ച്, ഈശോയുടെ ഒന്നുകിൽ ബൈബിൾ അടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ക്രൂശിത രൂപം, ഈശോയുടെ കുഞ്ഞു രൂപം അടുത്തുണ്ടെങ്കിൽ ആ കുഞ്ഞു രൂപത്തെ ഒന്ന് കൈവച്ച്, കുരിശെ കൈവച്ചിട്ട് ഒന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങാവോ. ഒട്ടും പ്രശാന്തത ഇല്ലാത്തൊരു രാത്രി ആയിരിക്കാം. നാളെ എന്താ സംഭവിക്കണേ എന്നുള്ള ഒരു ടെൻഷൻ നമുക്കുണ്ടായിരിക്കാം. വാട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ, വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഫേസ്, എന്തൊക്കെ നിങ്ങൾ ഇന്ന് കണ്ടോ, എന്തൊക്കെ നിങ്ങൾ ഇനി നാളെ കാണണോ, എല്ലാം കർത്താവിൻ്റെ കൂടെ കാണുക. നിങ്ങളുടെ മനസ്സ് ശാന്തമായാൽ ഈ യാത്ര എളുപ്പമാകും. പ്രശ്നങ്ങൾ തീരുമെന്നല്ല, കടൽ ഇനിയും ഇളകും, കാറ്റ് ഇനിയും അടിക്കും, വള്ളത്തിലേക്ക് വെള്ളം ഇനിയും ഇരച്ച് കയറും. പക്ഷെ ഒറ്റ കാര്യം ഓർത്തേക്കുക, വിളിച്ചാൽ എഴുന്നേക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. ഈശോ എന്നാണ് ആ ദൈവത്തിൻ്റെ പേര്. കോൾ ഓൺ ഹിം, ഹി വിൽ ഗെറ്റ് അപ്പ്. ഈശോ എഴുന്നേക്കും. ചുമ്മാ കൂർക്കം വലിച്ച് ഉറങ്ങുമെന്നല്ല, എല്ലാം അവൻ കാണുന്നുണ്ട്. ഈശോയുടെ കയ്യിലോട്ട് നീ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഇത് വെയിറ്റ് ചെയ്യുകയാണെങ്കിലോ, ആൻഡ് ഈ തിരമാല ഇളകട്ടെ, ഈ കടൽ ഇളകട്ടെ, അങ്ങനെ നീ നല്ലൊരു യാത്രക്കാരനാവുള്ളൂ. നമ്മളിങ്ങനെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വായിച്ചിട്ടില്ലേ, ഇറ്റ് ഇസ് നോട്ട് ദ ഈസി സീ, എളുപ്പമുള്ള കടലുകളല്ല നല്ലൊരു കപ്പിത്താനെ, നാവികനെ സൃഷ്ടിക്കുക. കടൽ ഇളകുമ്പോൾ ആ കടലിൽ ആടി ഉലയുന്ന ഈ ബോട്ടോ കപ്പലോ ഒക്കെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോഴാണ് ഒരു യാത്രക്കാരൻ, ഒരു സെയിലർ നല്ലൊരു നാവികനായിട്ട്, ഒരു കപ്പിത്താനായിട്ടൊക്കെ മാറുക. ലൈഫ് എപ്പോഴും നമ്മളെ സ്ട്രോങ് ആക്കുന്നത് ഈ വെല്ലുവിളികളിലാണ്. കേട്ടിട്ടില്ലേ, എവറി ക്രൈസിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. എല്ലാ പ്രതിസന്ധിയും ഓരോ അവസരങ്ങളാണ്. എന്തിനുള്ളതാണ്? ഒന്ന്, ഈശോയെ തിരിച്ചറിയാൻ, ഈ കടലിൽ നീ ഒറ്റയ്ക്കല്ലെന്നറിയാൻ, നീ കുറച്ചുകൂടെ വളരും എന്നറിയാനും ഈ പ്രതിസന്ധികൾ, ഈ വെല്ലുവിളികളൊക്കെ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ നല്ലതാണ്. ആഞ്ഞടിച്ച തിരമാലകൾക്ക് നന്ദി പറയുക, ഇളകിയ കടലിന് നന്ദി പറയുക, ഇളകി വള്ളം കയറിയ ആ വെള്ളം കയറിയ വള്ളത്തിന് നന്ദി പറയുക, അവിടെ ഇരുന്ന് ഉറങ്ങിയ കർത്താവിന് നന്ദി പറയുക, എഴുന്നേറ്റ് ശാന്തമാകുക നിന്നോട് പറയുന്ന കർത്താവിന് വീണ്ടും വീണ്ടും നന്ദി പറയുക. ഈശോയെ കെട്ടിപ്പിടിച്ച് രാത്രി കിടന്നുറങ്ങുക. നാളെ ധൈര്യത്തോടെ എഴുന്നേൽക്കുക, കർത്താവ് കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.